ഇക്കാലത്ത് തെറ്റിനെതിരെ പ്രതികരിക്കാൻ പോകുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുറേ ശത്രുക്കളെ നേടാം, പിന്നെ വ്യാജ പരാതിയും കേസുമൊക്കെയായി കുറേ നാൾ കോടതി കയറിയിറങ്ങേണ്ട ഗതികേട്. കാസർഗോഡ് സ്കൂളിലെ സാമ്പത്തിക തിരിമറി തുറന്നുകാട്ടിയ പ്രധാന അധ്യാപകൻ്റെ കഥ സങ്കടപ്പെടുത്തുന്നതാണ്. ഫണ്ട് അഴിമതിയെക്കുറിച്ച് ശബ്ദമുയർത്തിയതിൻ്റെ പകയിൽ സ്കൂളിലെ 3 കുട്ടികളെ കൊണ്ട് ചിലർ വ്യാജ പീഡന പരാതി കൊടുപ്പിച്ചു. പിന്നെ 60 ദിവസത്തോളം ജയിൽവാസം, അതോടെ ജോലിയും നഷ്ടം. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം നാട്ടുകാരുടെ വക പരിഹാസവും ഒറ്റപ്പെടുത്തലും. എന്നാൽ നീതിദേവത ഗണേശൻ എന്ന അധ്യാപകൻ്റെ കണ്ണീര് കണ്ടു. ഒടുവിൽ നിരപരാധിത്വം തെളിഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് തെക്കിൽ സ്വദേശി ഗണേശനെ ഹോസ്ദുർഗ് പോക്സോ കോടതി കുറ്റവിമുക്തനാക്കിയത്. പോക്സോ കേസിൽ അറസ്റ്റിലായ അധ്യാപകനെ 3 വർഷങ്ങൾക്ക് ശേഷം കോടതി കുറ്റവിമുക്തനാക്കി. തെക്കിൽ സ്വദേശി ഗണേശനെയാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി വെറുതെ വിട്ടത്. വിധി പ്രസ്താവിച്ചതിനൊപ്പം കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. പോലീസ് ശരിയായി അന്വേഷിക്കാതെ രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു ഗണേശൻ. 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ഗണേശനെതിരായ കേസ്. സ്കൂളിലെ ഫണ്ടിൽ അഴിമതിയുണ്ടെന്ന് ഗണേശൻ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് ഗണേശൻ ആരോപിക്കുന്നത്. കേസിൽ 60 ദിവസമാണ് ഗണേശൻ ജയിലിൽ കിടന്നത്. കേസിൽ അകപ്പെട്ടതിന് പിന്നാലെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയതായി ഗണേശൻ പറയുന്നു. ഒടുവിൽ നീതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.